ഈ കേസ് ആശ്രമം കത്തിച്ച് ആ ദിവസം മുതൽ ഇവർ ആദ്യമേ ഇവർക്കൊരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടാവണം ഈ വഴിയിൽ തിരിച്ചു വിടുകയെന്ന്. അപ്പോൾ ആ രീതിയിലാണ് പോലീസിൻ്റെ ഒത്താശയോടുകൂടി പോലീസിൻ്റെ എല്ലാവിധ അനുഗ്രഹാശിസ്സുകളോട് കൂടിയിട്ടാണ് ഈ സംഘപരിവാറും ഈ നുണപ്രചരണം. നിങ്ങൾ ആ ഇത് നോക്കിയാൽ മതി. ആ സംഭവം നടന്ന് ആ പുലർച്ചെ 6 മണിക്ക് ഈ സംഘപരിവാറുകാരുടെ ബൈറ്റ് നോക്കിയാൽ മതി, അവരെന്താണ് പറഞ്ഞത് എന്നുള്ളത്. രാവിലത്തെ ന്യൂസിൽ അവർ പറഞ്ഞത് നമ്മൾ തന്നെ ഇത് ചെയ്തു എന്നാണ്. അപ്പോൾ ഇത് പോലീസ് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി മുതൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ആ സാധനം കോടതിയിൽ നിന്ന് തിരിച്ചു വന്ന് പിന്നെ കോടതിയിൽ നിന്ന് ഈ സാധനം കാണാനില്ല. വേറൊരു രസം എന്താണെന്ന് പറഞ്ഞാൽ, ക്രൈംബ്രാഞ്ച് ഈ ഫോട്ടോ കൊണ്ടുവന്ന് നമ്മളെ കാണിക്കുമ്പോൾ ആ ഫോട്ടോന് മാറ്റമുണ്ട്. അപ്പം നമ്മൾ ക്രൈംബ്രാഞ്ച് ഓഫീസർക്ക് സദാനന്ദ സാറിന് ഇത് കാണിച്ചു കൊടുത്തു, ഇതാണല്ലോ ഫോട്ടോ. അപ്പോൾ ആ റീത്ത് അഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് റീത്ത് അഴിക്കാതെ ഒരാൾ തൊടാതെ ഇരുന്നിട്ട് നമ്മൾ എടുത്ത ഫോട്ടോ ആണ്, ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അവരുടെ ഫയലിലുള്ള അവർ നമ്മളെ കാണിച്ച ഫോട്ടോ. അപ്പോൾ സാറ് പറഞ്ഞു അത് അഴിച്ചിട്ടുണ്ട്. നമ്മൾ ചോദിച്ചാൽ അത് അങ്ങനെ ഇങ്ങനത്തെ ഒരു സാധനമാണല്ലോ, അത് അഴിച്ച് പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇനി അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയതാണ്. അത് ഈ പോലീസിൽ ആരൊക്കെയാണ്, ഏതൊക്കെ ഉത്തരവാദിത്വമാണ്, ആർക്കൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അതിൻ്റെ ഉള്ളിലുള്ള ഇവരെ പോലുള്ളവർക്കൊക്കെ അത് അറിയുമായിരിക്കാം, നമുക്കറിയില്ലല്ലോ. നമുക്കതിൻ്റെ ഇന്നർ സർക്കിളിൽ ആരാണ്, ഏതൊക്കെ പോസ്റ്റിലാണ്, ആരൊക്കെ ഏതൊക്കെ ഫയലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയില്ല. അറിയാത്ത കാര്യം നമ്മൾ എന്തിനാണ് പറയുന്നത്? ഉണ്ട്. ആ ഘട്ടത്തിൽ ഇത് കുട്ടികളെ സഹായിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ നമുക്ക് നല്ലോണമുണ്ട്. കാരണം അത് ഇവരുടെ കാര്യങ്ങളൊന്നും അല്ല അന്വേഷിക്കുന്നത്. അത് ഇവർക്കൊക്കെ അതിൽ നല്ല പങ്കുണ്ട്. പിന്നെ ബൂത്ത് ഏജൻ്റായിട്ട് ഇരിക്കുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാളും പിന്നെ നമ്മുടെ കേസ് അന്വേഷിച്ച് സംഘപരിവാറിനെതിരായിട്ടുള്ള കേസ് അന്വേഷിച്ച ആൾ പിന്നെ റിട്ടയറായ ഉടനെ തന്നെ ബൂത്ത് ഏജൻ്റായിട്ട് ഇവിടെ തിരുവനന്തപുരത്തിരിക്കുന്നു. ഇതേപോലെ വേറൊരു സ്ഥലത്ത് സുരേഷ് ഗോപിയുടെ ബൂത്ത് ഏജൻ്റായിട്ടിരിക്കുന്നു. പല ബൂത്ത് ഏജൻറ്റുമാരായിട്ടിരിക്കുന്നത് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. ഇല്ല, അതെ, കാരായ രാജൻ്റെയൊക്കെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇവിടെ ഈ കൗൺസിലർ അന്നത്തെ കൗൺസിലർ ഗിരികുമാറാണ് ഇവിടെ. അവരൊരു ടീമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് വേറൊരു ആവശ്യത്തിന്. അവർക്കറിയാം ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം. അദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ ആ സമയത്ത് ഇവിടുത്തെ കൗൺസിലർ എന്ന നിലയിൽ ഇങ്ങനെയൊരു കാര്യം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഫോൺ വഴിയായിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ വരും. ഈ ടവറുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതൊക്കെ നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ പറയുന്നുണ്ട്. ഇതൊന്നും അവരതിന് വേറെ ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത് നമ്മളോട്. BSNL ഒഴിച്ച് ബാക്കിയൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല, അത് കിട്ടിയിട്ടില്ല, ഇത് കിട്ടിയിട്ടില്ല. ഈ CDR കിട്ടിയ വിവരേ പറയുന്നില്ല.